പ്രയോജനം പോരാ. ഞാൻ ടാക്സി വെച്ചിട്ട് മമ്മി എവിടെ ഓപ്പറേറ്റ് ചെയ്തത്? ഇവിടെ. Is it painful, mommy? Oh, I was unconscious. ബോധമില്ലാത്തപ്പോ ഒന്നും അറിയില്ലല്ലോ മോനെ. മമ്മി, ബോധമില്ലാത്തപ്പോ ഡ്രീംസ് ആണോ? നോട്ട് എക്സാക്ട്ലി ഡ്രീംസ്. നിറഞ്ഞ് ചുവപ്പ്, പച്ച, നീല, പിന്നെ ഒന്നും അറിയില്ല മോനെ. Hey, let mommy take rest. Come on. Okay. മതി. Thank you. ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ? ഇല്ല അമ്മി, ഞാൻ രാവിലെ വരാം. ഇവിടെ കിടക്കാലോ ചാർലിക്ക്. എന്നാ ചാർലിന്ന് വിളിക്കരുത്. പിന്നെന്താ വിളിക്കേണ്ടത്? എനിക്ക് ബെറ്റിയൊക്കെ പ്രായക്കൊണ്ടല്ലേ. ശരി, ചാളിച്ചാന്ന് വിളിക്കാം. ദാറ്റ്സ് ഫൈൻ. ഇവിടെ കഴിക്കും. ഹലോ. ഹായ്. ചാളിച്ചല്ലോ, മുഴുവനും കൊടി പിടിച്ചു. കുറച്ച് ദിവസം അടച്ചിട്ടില്ലല്ലോ. സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. മമ്മിയുടെ കിടക്കുന്നു. ഇപ്പൊ ചോദിച്ചുള്ളൂ ചാളിച്ചം വന്നില്ലെന്ന്. വരൂ. ഇതായിരുന്നു ചാളിയുടെ മുറി. കണ്ടിട്ടില്ലല്ലോ. തുറക്കാറുമില്ല. എത്ര ദിവസമായി ഈ ജുബ്ബ ഇടാൻ തുടങ്ങിയിട്ട്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളൊക്കെ അല്പം വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില. അയക്കും, ഞാൻ അയക്കിത്തരാം. വേണ്ട പറ്റി, സാരമില്ല. സാരമുണ്ട്. ഇതാ ഇതിട്ടോളൂ. വേണ്ട പറ്റി. അപ്പോ അത്രയ്ക്കേ ഉള്ളല്ലേ? മനസ്സിലായി.
ഏയ് ഹൂ ഇസ് ദ ബാലൻ സാഹിബ്? ചോദിച്ചു കേട്ടില്ലേ? ഹൂ ഇസ് ദ ബാലൻ സാഹിബ്? അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ല ഈ കൊച്ചുകുട്ടികളോട് കളിക്കാൻ? കൊച്ചുകുട്ടികൾ You are going too much. I will tell your mommy. വഴക്കുണ്ടാക്കരുത്. വാ കളിക്കാം. Yes. അങ്ങനെ പറഞ്ഞാൽ മതി. ഹരിയപ്പ് ഹരിയപ്പ്. വരുന്നു. മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പരമനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. 5:30 ബോട്ടുണ്ട്. ചാർലിക്കോട് ബോർഡിൽ തുടങ്ങിയല്ലേ? അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. മമ്മി, ഞാൻ ഇന്ന് ഷോപ്പിൽ പോയിട്ട് വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു വിട്ടപ്പം. വേണ്ട, ബോട്ട് എന്തിരിക്കല്ലേ? അത് സാരമില്ല, 5 മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചില്ല. വേണ്ട കളിച്ച, എനിക്കൊന്ന് അടക്കം ചെയ്യാൻ അല്പം കാറ്റും കൊള്ളാം. ഞാൻ ഒന്ന് മാറ്റിട്ട് പോകാം. അപ്പൊ ശരി പറ്റി. ഞാനും ആയിട്ട് തന്നെയാ. അവിടെയല്ലേ മാർക്കറ്റ്? വരും. ബോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. പൊക്കോളൂ. ഞാൻ കാലത്തിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അത്രയും സമയം എനിക്കിവിടെ നിന്ന് കാറ്റ് കൊള്ളാമല്ലോ. വേറെ പറ്റി, നേരെ സന്ധ്യയാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. സ്ഥലത്തും ബോട്ട് കയറിക്കോളൂ. ചെല്ലു. ഒറ്റയ്ക്ക് നിൽക്കണ്ട. ബെറ്റി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിൽ പലതും മറച്ചു വെച്ച് പുറത്ത് സ്നേഹവും ആത്മാർത്ഥത അഭിനയിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. 15 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ബോട്ടിൽ കയറി അക്കരെ പോകുന്നതും ഒന്ന് അറിഞ്ഞിരിക്കാവില്ലെന്ന് കരുതി വന്നതാ. പഠിച്ചിരിക്കേണ്ട ഞാനും മമ്മിയും ഞാനുമുള്ള വീട്ടിൽ ഒരു ദിവസം 20 രൂപ 30 രൂപയും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട്. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണ്ടേ? എന്തിനു ചാലിച്ച എന്നോടും മമ്മിയോട് ഇത് കാണിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ചാലിച്ചാന്ന് വിളിപ്പിച്ചത്? ഇതിനു വേണ്ടിയാണോ മമ്മിയുടെ കൈ പിടിച്ച് പറഞ്ഞത് മരിച്ചുപോയ മകൻ ചാലിയാണെന്ന്? വിഷമമുണ്ട് ചാലിച്ച, വലിയ വിഷമമുണ്ട്. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. എന്നെ മനസ്സിലാക്കണം പറ്റി. ഇരുട്ടിലുമുണ്ട് ഒരു നീല വെളിച്ചം. സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് അത് കാണാൻ പറ്റും. വെറ്റിക്കറിയോ, ഒന്ന് പുലരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവിടെ വരാൻ, എനിക്കും അമ്മയെ ഒന്ന് കാണാൻ. പിന്നെ